യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ആ ഇല്ലസ്ട്രേഷനിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ദേ നോക്കിക്കേ, നമ്മുടെ 173ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 173ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയ മക്കളെ, എന്താണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ എന്താ പറയാ, പില്ലർ മറ്റേ ഗോപുരമൊക്കെ നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. അത് നല്ല എന്താ പറയാ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് നമ്പർ എന്തായിരുന്നു? 5ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നൊക്കെ നമ്മൾ ചെയ്തില്ലേ? രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേര് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ രാവിലെ ആയിരുന്നു നമ്മൾ ആ ക്ലാസ് എടുത്തത്. ആൻഡ് മറ്റൊരു കാര്യം, നാളെ രാവിലെയും ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നാളെ രാവിലെയും നമ്മൾ ഓൾജിബ്ര തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ എല്ലാവരും ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഉഷാറായിട്ട് പഠിക്കാനായിട്ട് വരാം. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് മക്കളെ പറയുന്നത്? ഓൺ ദ കലണ്ടർ ഓഫ് എനി മന്ത് ഡ്രോ 4 സെൽ സ്ക്വയേഴ്സ് അറ്റ് വേരിയസ് പൊസിഷൻ. നോക്കിക്കേ, ഏതോ ഒരു മാസത്തെ കലണ്ടർ എടുത്തിരിക്കുകയാണ് അല്ലെ. 1-ാം തീയതി ബുധനാഴ്ചയാണ് ഈ മാസം തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഓരോ സ്ക്വയേഴ്സ് കണ്ടോ, റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഇവിടെയുണ്ട്, മുകളിലുണ്ട്, താഴത്തുണ്ട്. 3 സ്ക്വയേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നി. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നി. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഒരു മാസത്തെ കലണ്ടർ ഉണ്ട്, 3 സ്ക്വയേഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. എക്സ്പ്ലെയിൻ യൂസിംഗ് ഓൾജിബ്ര വൈ ദ സം ഓഫ് ഓൾ 4 നമ്പേഴ്സ് ഇൻ സച്ച് എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്? എക്സ്പ്ലെയിൻ യൂസിംഗ് ഓൾജിബ്ര. നമ്മൾ ബീജഗണിതമാണ് ഇവിടെ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് അല്ലെ. സാധാരണ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാ, ആദ്യം നമ്മൾ നോർമൽ നമ്പർ വെച്ച് ചെയ്യും, എന്നിട്ടേ ഓൾജിബ്ര അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ യൂസിംഗ് ഓൾജിബ്ര വൈ ദ സം ഓഫ് ഓൾ 4 നമ്പേഴ്സ്. ഈ തന്നിരിക്കുന്നത് ഇപ്പൊ ഒരു സ്ക്വയർ എടുക്കുക, നമുക്ക് ഇതിനകത്ത് ഏറ്റവും ചെറിയൊരു സ്ക്വയർ എടുക്കാം. ഇവനെ പിടിക്കാം നമുക്ക്. ഏറ്റവും ആദ്യത്തെ 3, 4, 10, 11 എന്ന് പറയുന്ന സ്ക്വയർ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു 3, 4, പിന്നെ ആരായിരുന്നു 10, 11. ഇവരെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താ നമ്മൾ തെളിയിക്കേണ്ടേ? വൈ ദ സം ഓഫ് ഓൾ 4 നമ്പേഴ്സ്. ഈ തന്നിരിക്കുന്ന 4 സംഖ്യകളുടെയും എന്തെടുക്കണം മക്കളെ? തുക എടുക്കണം. എന്താ എടുക്കേണ്ടത്? തുക, സം എടുക്കണം. എന്നിട്ട് എന്ത് തെളിയിക്കണം? ആ തന്നിരിക്കുന്ന കിട്ടുന്ന തുക ഈസ് സച്ച് എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ ഗുണിതമാണ്. 4ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചിട്ട് എന്താണ് കണ്ടുപിടിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നമുക്കപ്പോൾ ചെയ്യാം. ആദ്യം ഈ നമ്പേഴ്സിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ബീജഗണിത രൂപത്തിലേക്ക് മാറ്റണം. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ നമ്പറിന് നമ്മൾ എന്ത് പേരാ കൊടുക്കാം? ആരാ സാറേ പറയുന്നത്? ഇന്ന് ആദ്യത്തെ നറുക്ക് വേണ്ടിയിരിക്കുന്നത് ശ്രീനന്ദ. യെസ്, ശ്രീനന്ദ എന്ന് പറഞ്ഞേടാ. ആദ്യത്തെ 3 ശ്രീനന്ദ കണ്ണുകളി പുറത്തു വരുമ്പ. ശ്രീനന്ദ പറഞ്ഞേ, ആദ്യത്തെ നമ്പറിന് നമ്മൾ എന്ത് പേര് കൊടുക്കൂടാ? 3 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ പൊതുവെ ആദ്യത്തെ സംഖ്യകൾക്ക് എന്ത് പേരാ കൊടുക്കാറ്? അല്ലെങ്കിൽ ഏത് ഓൾജിബ്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ആൾ ആരാണ്? അയാൾ? അത് തന്നെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. നമ്മൾ ഓൾജിബ്ര വെച്ച് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഫസ്റ്റ് നമ്മൾ നമ്പറിന് എന്ത് പേരാ കൊടുക്കാം? ഏത് ഓൾജിബ്ര? അത് തന്നെ, ഇവിടെ കുറെ പേര് സിമ്പിൾ ഇടുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. യെസ്, ഏതാണ് സിമ്പിൾ നോക്കി പറ. ഇൻറ്റു അല്ലട കുട്ടാ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഇൻറ്റു അല്ല, എക്സ് ആണ്. എക്സ്, അത് തന്നെ എക്സ്. അത് തന്നെ എക്സ്. എന്താ നമ്മൾ കൊടുക്കുന്നത്? എക്സ് എന്നുള്ള പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇൻറ്റു എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫോമിലാണ് എക്സ് എഴുതേണ്ടത്. ഓക്കെ, ഇനി 3ന് എക്സ് കൊടുത്താൽ 4ന് എന്തായിരിക്കും കൊടുക്കേണ്ടത്? അടുത്ത ആൾ പറയുമല്ലോ. ആദിത്യൻ. യെസ്, ആദിത്യൻ പറഞ്ഞേ. ചന്ദനക്കുറി. രാവിലെ ആണെങ്കിൽ ചന്ദനക്കുറി, ഉച്ചയ്ക്ക് കുറി ഇടൂല, വൈകിട്ടാണെങ്കിൽ ഭസ്മക്കുറി. കൊള്ളാം, സുന്ദരനായിട്ടുണ്ട്. പറ, എന്താ കൊടുക്കാം? 4 ആണെങ്കിൽ x+1. അതാണ്. എത്രയാണ്? നമ്മൾ 3 എന്ന് പറയുന്നതിന് എക്സ് കൊടുത്താൽ 3നോട് 1 കൂട്ടിയാലാണ് 4 കിട്ടുന്നത്. അപ്പൊ നമ്മൾ എക്സിനോടും 1 കൂടുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ. നമ്മൾ ആദ്യം പോലെ പറയുന്ന കോമൺ കാര്യങ്ങളാണ് ഇതൊക്കെ. യെസ്. ഇനി നമുക്ക് 10ന് എന്ത് കൊടുക്കാം? 10ന്, അതായത് 3നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും എന്ന് ആദ്യം പറയണം. 3നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? ഒന്ന് കൈകൊണ്ട് കാണിച്ച എല്ലാവരും. 3നോട് 7 കൂട്ടിയാൽ 10 ആയല്ലേ. അപ്പൊ 3+7 ആണ് എന്ത്? 3+7 ആണ് നമുക്ക് 10 എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? x+7 എന്ന് കൊടുത്തൂടെ? ഓക്കെ ആണോ? അങ്ങനെയാണ് 11 ആരാ പറയുന്നത് സാറേ? പൃഥ്വി. മൈക്ക് ശരിയായിട്ട് വന്നിരിക്കുന്ന പൃഥ്വിയാണ്. അപ്പൊ അവൻ ഇന്ന് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. പറഞ്ഞേടാ. x+4 ആണോ? x+1 ആണോ? 11.
ഒറ്റ മിനിറ്റ്. എടാ 11 കണ്ടുപിടിക്കാനാടോ. 3നോട് എത്ര കൂട്ടിയാലാ 11 കിട്ടാം? യെസ്, എക്സ് പ്ലസ് 8 ആണ് നമുക്ക് എഴുതേണ്ടത് കേട്ടോ. എക്സ് പ്ലസ് 8 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണോ? എക്സ് പ്ലസ് 8. കേൾക്കാം. ഓക്കെ ശരി. എക്സ് പ്ലസ് 8 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്ങനെയാണ്? 3നോട് എത്ര കൂട്ടണം? 8 കൂട്ടിയാലാണ് നമുക്ക് 11 കിട്ടുക. അപ്പൊ നമുക്ക് ഇവരെല്ലാവരും എന്തിലാക്കാം? ബോക്സിലാക്കി എഴുതാം. നമുക്ക് എല്ലാവരെയും ബോക്സിലാക്കാം. ഇത് എക്സ് ആണെങ്കിൽ തൊട്ടപ്പുറത്ത് എക്സ് പ്ലസ് 1 ആണ്, ഇപ്പുറത്ത് താഴെ എത്രയാണ്? എക്സ് പ്ലസ് 7 ആണ്, തൊട്ടിപ്പുറത്ത് എത്രയാണ്? എക്സ് പ്ലസ് 8 ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു മക്കളെ, ഇവിടെ എക്സ് പ്ലസ് 7 ആണെങ്കിൽ അതിനോട് 1 കൂട്ടിയാൽ അപ്പുറത്ത് കിട്ടൂലേ? അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 7 ആണെങ്കിൽ തൊട്ടപ്പുറത്ത് എക്സ് പ്ലസ് 8 ആയിരിക്കും. കൂട്ടി നോക്കാതെ നമുക്ക് പറഞ്ഞൂടെ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവയുടെയൊക്കെ എന്തെടുക്കണം? എന്ത് കണ്ടുപിടിക്കണം പറഞ്ഞേക്കണേ? സം ഓഫ് ഓൾ 4 നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്താണ്? സം ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ സം ഈസ് ഈക്വൽ ടു തുക ഈസ് ഈക്വൽ ടു തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യണം. അപ്പൊ എന്താണ്? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എല്ലാവരെയും തമ്മിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ എത്ര എക്സ് ഉണ്ട് മക്കളെ? എത്ര എക്സ് ഉണ്ട് നമുക്കിവിടെ? 1 2 3 4. അപ്പോൾ 4 എക്സുകൾ കൂട്ടിയാൽ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4x എന്ന് കിട്ടണോ അല്ലേ? ആൻസർ 4x എന്നാണ് ആദ്യം നമുക്ക് കിട്ടേണ്ടത്. പിന്നെ അതിനുശേഷം ഏതൊക്കെ സംഖ്യകളെ കൂട്ടാം? നമ്പേഴ്സിനെ കൂട്ടാം. ദാറ്റ് ഈസ് 1 പ്ലസ് 7 പ്ലസ് 8. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് പ്ലസ് 4 പ്രാവശ്യം എക്സ് കൂട്ടിയാൽ അത് 4x ആയി, 4x ആയി. ഇനി ബാക്കിയുള്ള 3 നമ്പേഴ്സ് ഏതൊക്കെയാ മക്കളെ? 1 പ്ലസ് 7 പ്ലസ് 8. എത്ര കിട്ടി? നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? ആരാ പറയുന്നേ? ജോയ്. ജോയ് കുട്ടാ പറഞ്ഞേ. നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? ആരുമുണ്ടല്ലോ? നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ എത്ര കിട്ടിയേ? അതെന്താണ് ബാക്കിൽ റാലി പോണ പോലെ കുറെ പേര് നടന്നുകൊണ്ടല്ലോ? ആഹാ കൊള്ളാം, അത്രയധികം പെങ്ങന്മാരുള്ള ഒരു ആംഗ്ലയാണ് അവൻ. പറഞ്ഞോ, എത്രയാണ് നമ്പർ കൂട്ടുമ്പോ കിട്ടുന്നേ? 1 പ്ലസ് 7 പ്ലസ് 8. എടാ ഈ 3 നമ്പറോട് കൂട്ടിയാ മതി. 15 ആണോ? 15 അല്ല, 16. എത്രയാണ്? 16 ആണ് ആൻസർ വരുന്നത്. സോ 4x പ്ലസ് 16 എന്നാണ് ആൻസർ കിട്ടുന്നത്. എത്രയാണ്? 4x പ്ലസ് 16 ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് 4നെ പുറത്തേക്ക് എടുക്കാം. അതായത് നമ്മൾ 4നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എക്സിന്റെ ഉള്ളിൽ നിന്ന് 4നെ പുറത്തേക്ക് എടുത്താൽ വേറെ എന്തുണ്ട് ബാക്കി? എക്സ് ഒറ്റയ്ക്കായില്ലേ? അതായത് 4ഉം എക്സും ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനകത്ത് നമ്മൾ 4നെ പറിച്ച് പുറത്തേക്ക് മാറ്റി. അപ്പൊ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 16ന്റെ കാര്യം എടുക്കാന്ന് വിചാരിക്കുക. 4 into 4 ആണ് 16 ആണെങ്കിൽ അതിന്റെ ആറ്റം 4 into 4 അല്ലേ 16. യെസ്. അപ്പൊ അതിൽ നിന്നും 4നെ പുറത്തേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആര് മാത്രമേ വരുന്നുള്ളൂ? 4 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 4 into x 4x. 4 into 4 16. ആൻസർ കിട്ടിയല്ലോ. സോ ഫൈനൽ ആൻസർ എത്രയാണ്? 4 into x plus 4. 4 into x plus 4. ശ്രദ്ധിച്ച മക്കൾ എന്താണ്? 4 into x plus 4. അപ്പൊ നമുക്ക് ക്ലിയർ ആയി എന്താണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ നോക്കി എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയാലോ? ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ള കാര്യം താഴത്ത് എഴുതണം കേട്ടോ. ഓക്കെ ആണോ? 4 into x plus 4 is a multiple of 4. Is a multiple of 4 എന്നുള്ളത് താഴത്ത് എഴുതണം. ക്ലിയർ? ഓക്കെ, സിമ്പിൾ അല്ലേ? ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും? ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ്. നമുക്ക് അടുത്തത് നോക്കാം. ഇതിന്റെ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് സം ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് തന്നെ, ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ തട്ടനിട്ട കുട്ടിയെ വിളിക്കാം. നമുക്കൊരു ഉമ്മച്ചിക്കുട്ടി ഉണ്ടല്ലോ ഇവിടെ. യെസ്, സുമയ്യ പറഞ്ഞേടാ, എന്ത് തമ്മിലുള്ള റിലേഷനാ കണ്ടുപിടിക്കണ്ടേ? ഹലോ, പറഞ്ഞോ. മെഷീൻ കേട്ടാണെന്ന് തോന്നുന്നു. സൗണ്ട് ഇഷ്യൂ ഉണ്ടല്ലേ? അടുത്ത ആള്
സം ആണെന്ന് പറയുന്നുണ്ട്. ആദിദേവ് എന്ന് പറഞ്ഞ എന്ത് തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കണ്ടേ? ഹലോ പറ, എന്ത് തമ്മിലുള്ള ബന്ധം ഇവിടെ കണ്ടുപിടിക്കണ്ടേ? ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാ. എന്ത് തമ്മിലുള്ള റിലേഷൻ? ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് സം, അതായത് ഈ തന്നിരിക്കുന്ന തുകയും പിന്നെ ഈ കൂട്ടത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ സ്മോളസ്റ്റ് നമ്പറും ഈ തുകയും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയണം. എന്താണ്? സ്മോളസ്റ്റ് നമ്പറും തുകയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാക്കാം. തന്നിരിക്കുന്നതിലെ തുക എത്രയാണ്, ആ കൂട്ടത്തിലെ സ്മോളസ്റ്റ് നമ്പർ എത്രയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ആദ്യം തന്നെ ഈ കാര്യം ഒന്ന് എഴുതി വെച്ചേ. റിലേഷൻ ബിറ്റ്വീൻ സം ആൻഡ് സ്മോളസ്റ്റ് നമ്പർ. എന്താണ്? തുകയും ചെറിയ സംഖ്യയും തമ്മിലുള്ള ബന്ധം. അതാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതി വെക്കാം. ആദ്യം തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ ആണോ? യെസ്, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം. നമ്പേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യത്തിൽ എത്രയായിരുന്നു? 3, 4, 10, 11 ആയിരുന്നു അല്ലെ. 3, 4, 10, 11. ഓക്കെ, നമുക്ക് നോക്കാം. 3, 4, 10, 11 എടുക്കാം. യെസ്, 3, 4, 10, 11 എടുത്തു. നമുക്ക് ഈ സം എടുക്കാം. ഇതിന്റെ സം എടുത്ത് നോക്കാം. ഈ നമ്പേഴ്സിന്റെ തുക എടുത്ത് നോക്കാം. എത്രയായിരുന്നു? 4, 3, 7. 7ഉം 11 ചെയ്യുമ്പോൾ 18. 18 പ്ലസും 10, 28 ആണല്ലോ. സം 28 ആണ്. ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? സ്മോളസ്റ്റ് നമ്പർ ആരാ പറയുന്നേ? ഏതൻ എന്ന് പറഞ്ഞേ. സ്മോളസ്റ്റ് നമ്പർ ഏതാ ഈ കൂട്ടത്തിലെ? എന്താണ്? 3. എന്താണ് കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ അവിടെ? എന്തുവാ? ദോശ. സ്മോളസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 3 ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി 28 ഉണ്ട്, 3 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഓൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ പോവാ. ഈ പറയുന്ന സംഖ്യയെ നമ്മൾ എന്തിലേക്ക് മാറ്റും? ഓൾജിബ്രിക് എക്സ്പ്രഷൻ. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ ചെയ്തതാണ്. എക്സ് ഉണ്ട്, x+1 ഉണ്ട്, x+7 ഉണ്ട്, x+8 ഉണ്ട്. എഴുതിക്കേ എല്ലാവരും. ഓൾജിബ്രിക് ഫോമിൽ എഴുതിക്കേ. ഓൾജിബ്രിക് ഫോമിൽ താഴത്തേക്ക് മാറ്റി എഴുതിക്കേ. ഓൾജിബ്രിക് ഫോമിൽ താഴത്തേക്ക് മാറ്റി എഴുതിക്കേ. ഓൾജിബ്രിക് ഫോം എഴുതുന്നു. ഇനി സം എടുത്ത് നോക്കിയേ. സം നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് അല്ലേ. എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ സം അല്ലേ. 4 × x+4 അല്ലെങ്കിൽ 4x+16 എന്ന് തൽക്കാലം എഴുതിയാൽ മതി കേട്ടോ. 4x+16 എന്ന് തൽക്കാലം എഴുതിയാൽ മതി. എന്താണ്? 4x+16 എന്ന് തൽക്കാലം എഴുതിയാൽ മതി. അപ്പൊ താഴത്തേക്ക് എഴുതിക്കോ. സം എത്രയാണ്? 4x+16. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചാണ്, വീണ്ടും കണ്ടുപിടിക്കാത്ത കേട്ടോ. ഓക്കെ, എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4x+16 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ പുറത്തേക്ക് എടുക്കാം. 4 പുറത്തേക്ക് എടുക്കുന്നു, അപ്പൊ x മാത്രമാവും. ഇനി അപ്പുറത്തുനിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ? 4 മാത്രമാകും. എന്നാൽ മാത്രമേ 4 × x 4x എന്നും 4 × 4 16 എന്നും കിട്ടുന്നുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, യെസ്. നമുക്കിനി നോക്കാം. നമ്മുടെ സം എത്രയായിരുന്നു? 28 ആയിരുന്നു. സ്മോളസ്റ്റ് നമ്പർ എത്രയായിരുന്നു? സ്മോളസ്റ്റ് നമ്പർ 3 അല്ലേ പറഞ്ഞിരുന്നേ? യെസ്. അപ്പൊ നമുക്ക് ഈ എക്സിന് പകരം നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു. എന്താണ്? എക്സ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യക്ക് പകരം നമ്മൾ സ്മോൾ നമ്പർ ഇട്ട് കൊടുക്കുന്നു. കാരണം എക്സ് ആണ് ഇവിടുത്തെ സ്മോൾ നമ്പർ ആണല്ലോ. അപ്പൊ 3 + 4 ചെയ്തു നോക്കി. അതായത് നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ എക്സ് എന്ന് പറയുന്ന സംഖ്യയാണ് ഇവിടുത്തെ ഏറ്റവും ചെറുത് ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഇവിടുത്തെ എക്സ് അല്ലേ ഏറ്റവും ചെറുത്, മുകളിലത്തെ 3ന് പകരമാണ് ഈ എക്സ് കിടക്കുന്നത്. അപ്പൊ എക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ 4 × x+4 എക്സ് എന്ന് പറയുന്ന ആൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് പേര് കൊടുക്കാലോ. അതുകൊണ്ടാണ് നമ്മൾ 3 എന്ന് പേര് കൊടുത്തത്. ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കി. എല്ലാവരും ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 4 × 3 7 എത്രയാണ്? 4 × 3 7 ആണ്. യെസ്, 7 × 4 എത്രയാ? ആരാണ് സാറി പറയുന്നേ? ബിസ്മി. ആ കുട്ട പറഞ്ഞേടാ. 7 × 4 1
മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു നോക്കിയേ. നാപ്പത്തൊമ്പത് 30-ലെത്തിയോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രശ്നമാണല്ലേ പാ. 1 7 എത്രയാ? ശരി, 1 7 7. യെസ്. രണ്ടാമത്തെ മൾട്ടിപ്പിൾ എത്രയാ? 2 into 7. 2 into 7 ആ 2 into 7 14. 3 into 7. 21. വീണ്ടും ഒരു 7 കൂട്ട്, എന്നാലും അത് നടപടിയാവുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാൻ പാടില്ല. 28. അതും തെറ്റിച്ചു. എത്രയാണ്? 28. ഒരു കാര്യം ചെയ്യണം. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണം. എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെക്കി. ആന്ന് പറയാനല്ല, ഇത് എഴുതിയിട്ട് നാളെ കാണിക്കണം. എഴുതി വെക്കി. 1 മുതൽ 10 വരെയുള്ള. ചിരി കണ്ടിട്ട് അത്ര നടപടിയാവും തോന്നണല്ലോ. എഴുതി വെച്ചേ. 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓരോന്നും 10 പ്രാവശ്യം. ഒന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് സ്കിപ്പ് ചെയ്തോ. 2 പോലെ എഴുതിയാൽ മതി. 2 മുതൽ 10 വരെ. സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. എഴുതിയിട്ട് 10 പ്രാവശ്യം എഴുതി പഠിച്ചിട്ട് ആർക്ക് അയക്കണം? ടീച്ചർക്ക് അയക്കണം. അറിയാലോ അപ്പൊ കാര്യങ്ങള്. യെസ്. അപ്പൊ നോക്കിയ മക്കളെ. ഓക്കെ, അപ്പൊ 28 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സമ്മ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് 4 into 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? നമ്മുടെ സമ്മ് തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ സ്മോളസ്റ്റ് നമ്പറിനോട് 4 കൂട്ടിയിട്ട് അതിനെ 4 വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമ്മ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരിപാടി. മനസ്സിലായോ? അത് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. എങ്ങനെയാണ്? ഈ എക്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? 3 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ 3 + 4 7 ആവും. 4 into 7 28 ആവും. ദാറ്റ് ഈസ് ദ സം ഈസ് ഈക്വൽ ടു സം ആണല്ലോ. ഈസ് ഈക്വൽ ടു സം. തുക എന്ന് കൂടി എഴുതി വെച്ചേ. എന്നാലേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. അങ്ങനെയാണ് നമുക്കത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ. ആ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 എന്ന് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ആരാണ് സാറോട് വർത്താനം പറഞ്ഞിരിക്കുന്നത്? തഹ്മിന. എന്താണ് അവിടെ പ്രശ്നം? തഹ്മിന വെച്ച് ബാക്കി എല്ലാവരും കേട്ടു. കേക്കുന്നില്ലേ? തഹ്മിന ഏൻ കേട്ടു. അൺമ്യൂട്ട് ചെയ്തൊന്ന് സൗണ്ട് കുറച്ച് വെച്ചേക്കാണോ? കേക്കുന്നില്ലേ? ഇവരുടെ സൗണ്ട് കാരണം കേൾക്കുന്നില്ല എന്നല്ലേ? അപ്പൊ റൂമിൽ ഇരിക്കായിരുന്നില്ലേ? ഹോളിന്റെ നടുക്ക് വന്നിരുന്നിട്ടാണോ പഠിക്കുന്നത്? റൂമിൽ ചേട്ടനിരിക്കുകയാണ്. നമുക്ക് ചേട്ടനെ പുറത്താക്കിയിട്ട് നാളെ അവിടെ കയറി ഇരിക്കാം. ഓക്കെ. അപ്പൊ ഒരു കുറച്ച് സൈലന്റ് ആയിട്ടുള്ള സ്പേസിൽ ഇരിക്കാൻ നോക്കാട്ടെ എല്ലാവരും. ശരി, നമുക്കപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നോക്കിയേ മക്കളെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡർ. ഒന്ന് ഹെഡിങ് കൊടുത്തേ. മടങ്ങും മിച്ചവും. നോക്കിക്കേ, മൾട്ടിപ്പിൾ ആൻഡ് റിമൈൻഡർ. മടങ്ങും മിച്ചവും. നമുക്ക് നോക്കാം. കുറച്ച് തിയറംസ് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. യെസ്, നമ്മൾ ആദ്യം 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കാം കേട്ടോ. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് വെച്ചാണ് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? എന്ത് വെച്ചാ ഹരിച്ചു പോകുന്നത്? 2 വെച്ചിട്ട് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? ആദ്യം 2 വെച്ച് ചെയ്തു, പിന്നെ 3 വെച്ച് ചെയ്തു, പിന്നെ 4 വെച്ച് ചെയ്യുന്നു, പിന്നെ 5 വെച്ച് ചെയ്തു. ഇതേ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പോവാം. നോക്കിക്കേ, നമ്മൾ 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ നോർമലി ഡിവിഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ 2 into 1 ആണ് 2. സോ 2 എഴുതി. റിമൈൻഡർ 0 വന്നു. ആണല്ലോ? 0 വന്നല്ലോ. ഓക്കെ ആണല്ലോ? അപ്പൊ റിമൈൻഡർ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടി? 1 എന്ന ആൻസർ കിട്ടി. റിമൈൻഡർ R4 റിമൈൻഡർ അഥവാ മിച്ചം, മലയാളത്തിൽ മിച്ചം എന്ന് പറയും. റിമൈൻഡർ 0 വന്നു. അത് ഞാൻ എഴുതി. ഓക്കെ. ഇനി 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അടുത്ത് എന്താണ്? 3നെ 2 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്? അപ്പൊ 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാം. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര തവണ പോവും? 3ൽ 2 എത്ര തവണ പോവും? ഒരു പ്രാവശ്യം പോകുള്ളൂ അല്ലേ? അപ്പൊ 1 എഴുതി, 2 എഴുതി. റിമൈൻഡർ എത്ര വരും മക്കളെ? ഇവിടെ മിച്ചം വരുന്നുണ്ട് അല്ലേ? 3ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മിച്ചം വരും? 1 മിച്ചം വരുന്നു അല്ലേ? 1 എന്ന് നമുക്ക് റിമൈൻഡർ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. റിമൈൻഡർ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. റിമൈൻഡർ 1 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി അടുത്തതിൽ നോക്കാം. 4/2. 4/2 ചെയ്ത് നോക്കാം. 2 into 2 ആണ് 4. സോ ആൻസർ 4 തന്നെ വരും. റിമൈൻഡർ 0 വരും.
റിമൈൻഡർ 0 വരും. ഇനി അടുത്തതിൽ നോക്കാം 5/2. 5/2 ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 2 × 2 4, സോ റിമൈൻഡർ 1 എന്ന് വരും. നോക്കിക്കേ മക്കളെ, ഇവിടെ 0 1 0 1 എന്നുള്ള രീതിയിലാണ് എന്ത് പോയിരിക്കുന്നത്, റിമൈൻഡർ പോയിരിക്കുന്നത് അല്ലെ, റിമൈൻഡർ പോയിരിക്കുന്നത് ഡിവൈഡിങ് ബൈ 2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 0 വന്നവരെല്ലാവരും എന്താണ്, ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ. ഇവിടെ 2 എടുത്തപ്പോഴല്ലേ 0 വന്നത് ആദ്യം, ആണോ? പിന്നെ 4 എടുത്തപ്പോ 0 വന്നു. പക്ഷെ മറിച്ച് 3 എടുത്തപ്പോഴോ, 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ, ഓഡ് നമ്പർ ആണ് 3 എന്ന് പറയുന്നത്. 3 എടുത്തപ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരുന്നു, ആരാ പറയാ സാറേ? ഹംദാൻ. യെസ്, ഹംദാൻ എന്ന് പറഞ്ഞേ 3 വെച്ച് 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര വന്നു, റിമൈൻഡർ 1 വന്നത് അല്ലെ. അതുപോലെ തന്നെ താഴ്ത്തു അല്ലെ, 5 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്, ഒരു ഓഡ് നമ്പർ ആണ്. അത് ചെയ്തപ്പോഴും റിമൈൻഡർ 1 കിട്ടിയത്. അപ്പൊ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, ഓഡ് നമ്പറിൽ ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്, പിന്നീട് ഈവൻ നമ്പർ ചെയ്യുമ്പോൾ 0യും ഓഡ് നമ്പർ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, 1 വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റൂൾ ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് നോക്കുമ്പോൾ 2 തിയറംസ് നമുക്ക് താഴ്ത്ത് പഠിക്കാനായിട്ടുണ്ട്. ശ്രദ്ധിച്ച മക്കളെ, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള തിയറമാണ്. എനി ഈവൻ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 2n. ഏത് ഫോമിൽ എഴുതാൻ പറ്റും എന്ന് പറയുന്നത്, 2n എന്ന് പറയുന്ന ഫോമിൽ ഒരു ഈവൻ നമ്പറിനെ, ഏതാണ്, ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യ ഈവൻ നമ്പറിനെ എഴുതാൻ സാധിക്കും അല്ലെ, 2 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. where n is one of the numbers 0 1 2 3 etc. എന്താണ്, 0 മുതൽ അങ്ങേ അറ്റം വരെ നീണ്ടു കിടക്കുന്നത്, എവിടെ വരെ അത് അവസാനിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും 0 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് n കൊടുക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ 2 × 1 2 ആണല്ലോ, 2 × 2 4 ആണല്ലോ, 2 × 3 6 ആണല്ലോ. ഈ കിട്ടിയതെല്ലാം എന്താണ്, ഈവൻ നമ്പേഴ്സ് അല്ലേ മക്കളെ. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ, 2n ഫോമിൽ എഴുതുമ്പോൾ അത് എന്തേ കിട്ടത്തുള്ളൂ, ഈവൻ നമ്പേഴ്സേ കിട്ടുന്നുള്ളൂ. ഇനി റിമൈൻഡർ ഉണ്ടോ, ഇല്ല, റിമൈൻഡർ വരുന്നില്ല അല്ലെ, റിമൈൻഡർ നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് 2n എന്ന് പറയുന്ന ഫോമിൽ മാത്രം ഇവരെ എഴുതാനായിട്ട് സാധിച്ചു. ക്ലിയർ ആണോ? എന്താണ്, ഇനി ഈവൻ നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 2n where n is one of the numbers 0 1 2 3 etc. എഴുതി വെച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചേ, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ബോക്സിലാക്കി വെച്ചേ, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എഴുതി വെച്ച എല്ലാവരും 2n എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് എഴുതി വെച്ചേ. നമ്മൾ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ആദ്യം 0 എടുക്കുകയാണെങ്കിൽ 0 × 1 0 അല്ലേ വരുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് 1 × 2 1 വേണം, നമുക്ക് 2 കൊടുക്കാം. യെസ്, 0 × 2 0 വരുന്നത്, 1 × 2 2 ആണ് വരുന്നത്, 2 × 2 4 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഫോമിൽ അങ്ങനെ താഴത്തേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം 2n. ആ ഒരു ഫോമിലാണ് നമുക്ക് പോയിട്ടുള്ളത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഇത് നമ്മൾ എന്തിന്റെ കേസാ പറഞ്ഞത്, സാർ ഒരാളൊന്ന് വിളിച്ചേ. ആദിശ, ഇത് ഏത് കേസാ പറഞ്ഞത്, ഇപ്പോ ഏത് നമ്പറിന്റെ കേസാണ്, ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഇരട്ട സംഖ്യ പറയുമ്പോൾ എന്തായാലും കൂട്ടുകാരനായിട്ടുള്ള ഒറ്റ സംഖ്യയും എന്തായാലും വരും അല്ലെ. നോക്കിക്കേ, ഒറ്റ സംഖ്യയുടെ കാര്യം നോക്കിക്കേ. എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം 2n + 1. ഇവിടെ ഏത് ഫോമിലാണ് എഴുതുന്നത് മക്കളെ, ഓഡ് നമ്പർ ഇൻ ദ ഫോം 2n + 1. 2n + 1 എന്ന് പറയുന്ന ഫോമിലാണ് എന്തിനെ എഴുതാൻ പറ്റുള്ളൂ, നമ്മുടെ ഓഡ് നമ്പറിനെ എഴുതാനായിട്ട് സാധിക്കുന്നുള്ളൂ. 2n + 1. n എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0 1 2 3 4. ഫോർ എക്സാമ്പിൾ 2 × 0 + 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 × 0 0 ആണ്, 0 + 1 1 എന്ന് തന്നെയാണ് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ. ഇനി 0ക്ക് വരെ നമുക്ക് 1 കൊടുക്കാം. 2 × 1 + 1 ആൻസർ എത്ര കിട്ടാ, ആരാ പറയാ, അനുലക്ഷ്മി പറഞ്ഞേടാ. ഈ രണ്ടാമത്തെ കേസിൽ ആൻസർ എത്രയാ വരിക, 2 × 1 + 1. 2 തന്നെയാണോ, 2 × 1 2, അതിനോട് ഒന്നുകൂടി കൂട്ടുമ്പോൾ എത്രയായിടാ, 3 ആയി. ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ. ഇവിടെ കിട്ടേണ്ടതിന്റെ ആൻസേഴ്സ് എല്ലാം എന്തായിരിക്കണം, ഓഡ് നമ്പർ ആയിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. 2n + 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറിനാണ്. ഇനി നമുക്ക് മറ്റൊരു നമ്പർ കൂടി എടുക്കാം. n എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും ആവട്ടെ, 0 മുതൽ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് n എന്ന് കൊടുക്കാം. പക്ഷെ കിട്ടുന്ന ആൻസർ 2n + 1 ഫോമിലാണെങ്കിൽ കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പറിന്റെ ഫോർമാറ്റ് ആണ് 2n + 1 എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, 2 × 2 + 1 ആരാ പറയുന്നതിന്റെ ആൻസർ, ആരാണ്, ശ്രേയാണോ? ആ പറഞ്ഞോ.
ആൻസർ 5. ഓക്കെ, 2 into 2 4 ആണ്. 4 + 1 5 ആണ്. എന്തോ വായിലിട്ട് നുണയണുണ്ടല്ലോ. കപ്പലണ്ടി എന്താണ്? കൊപ്പക്കായ. അതെന്ത് സാധനമാണ് സാറേ? പപ്പായ. അങ്ങനെ പറ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവര് കൊപ്പക്കായ എന്നൊക്കെ പറയാം, നമുക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിൽ പപ്പായ എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ 2 into 2 4 4 + 1 5 എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ കിട്ടുന്നത്. അപ്പൊ 2n + 1 എന്തിനാണ്? ഓഡ് നമ്പറിനാണ്. 2n എന്ന് പറയുന്നത് ഈവൺ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. 2n എന്ന് പറയുന്നത് ഈവൺ, 2n + 1 എന്ന് പറയുന്നത് ഓഡ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇനി രണ്ട് കാര്യങ്ങൾ നോക്കാം. യെസ്, ഒന്ന് എഴുതാട്ടോ. 2m and 2n. 2m എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്, 2n എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. 2m and 2n are even numbers. മലയാളം മീഡിയംകാരെ എഴുതാം. 2m ഉം 2n ഉം ഇരട്ട സംഖ്യകളാണ്. നമ്മൾ ഇതിന്റെ തുക എടുക്കാൻ പോവാ, സം എടുക്കാൻ പോവാ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 2m ഉം 2n ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു. 2m + 2n. ക്ലിയർ ആണെന്നേ? ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് എന്തിനെ പുറത്തേക്ക് എടുക്കാം? ആരാ പറയുന്നേ? റേച്ചൽ. ആരാണ്? 2നെ പുറത്തേക്ക് എടുക്കുന്നു. യെസ്, 2നെ ആദ്യത്തിൽ നിന്നും പുറത്തേക്ക് എടുത്താൽ പിന്നെ എന്ത് ബാക്കിയുണ്ട്? m ബാക്കിയുണ്ട്. നടുക്ക് ആരെ കൊടുക്കണം? എന്നേന്നോ? അതാരാ? നടുക്ക് ആരെ കൊടുക്കുന്ന വെച്ചപ്പോ എന്നെ കൊടുത്തോളാൻ. ആരാണത്? അനിയത്തിയാണ്. ഭയങ്കര ശല്യമാണ് അവളെ കൊണ്ട്. ഒന്ന് പിടിച്ചേ. ഇവിടെ എവിടെ കണ്ട് പെണ്ണം പൊക്കോളാൻ വിളിക്കണില്ല. ഓക്കെ, നടുക്ക് ആരിടാം? പ്ലസ്. യെസ്, അതിനുശേഷം n. ഓക്കെ, വെരി ഗുഡ്, മിടുക്കി, സൂപ്പർ. എന്താണ് നമ്മൾ ചെയ്തത് മക്കളെ? 2m ൽ നിന്നും 2നെ പുറത്തെടുത്താൽ ബാക്കി ആരുള്ളൂ? m മാത്രമേ ഉള്ളൂ. ഇനി 2n ൽ നിന്നും 2നെ പുറത്തെടുത്താൽ n മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് വരേണ്ടത്? 2 into m + n എന്നാണ് വരേണ്ടത്. എന്താണ്? 2 into m + n. അതായത് നമ്മൾ ഈ m + n ന് പകരം p എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് m + n എന്ന് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? m + n എന്ന് പറയുന്ന ആ ഒരു സമ്മിനെ നമ്മൾ p എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനി വിശേഷിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായി മാറും? 2p എന്നായി മാറുമല്ലോ. ക്ലിയർ ആയെങ്കിലും ഒന്ന് ടാറ്റ തന്നി. m + n ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? p എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് കൊടുത്തു. അപ്പൊ അത് എന്തായി മാറി? 2p ആയി മാറി. യെസ്, വെരി ഗുഡ്, 2p ആയി മാറി. ഓക്കെ ആണല്ലോ. യെസ്, 2p എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് മക്കളെ? ഏത് ഫോമിലാണ് കിടക്കുന്നത്? വിച്ച് ഈസ് ഇൻ ദ ഫോം. ഇത് ഏത് ഫോമിലാണ്? വിച്ച് ഈസ് ഇൻ ദ ഫോം. നമ്മളിപ്പോ പഠിച്ച ഫോം അനുസരിച്ച് ഏത് ഫോമിലാണ്? 2n ഫോമിലല്ലേ? 2n ഫോമിലല്ലേ വന്നിരിക്കുന്നേ? 2n ഫോമിലാണല്ലോ. അപ്പൊ അത് എന്ത് നമ്പറാ വരേണ്ടത്? 2n ഫോമിലാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും? ഓഡ് ആണോ ഈവൺ ആണോ? ആരാ പറയാ സാറേ? അജ്മലേ പറഞ്ഞേ. 2n ഫോം എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? നമ്മൾ പുതച്ചക്കിരിക്കണേ പാടില്ലേ? പറ. 2n ഫോം എന്ന് പറയുമ്പോൾ എന്ത് നമ്പറാ? ഓഡ് ആണോ ഈവൺ ആണോ? എടാ നീ ആ ബോക്സിൽ എഴുതിയിട്ടില്ല അല്ലേ? നേരത്തെ ബോക്സിൽ പറഞ്ഞത് എഴുതിയായിരുന്നോ? എന്നിട്ട് അതിനകത്ത് നോക്കി പറഞ്ഞേ. മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞേ. 2n ഏത് ഫോമിലാ? ഈവൺ. ഓടെന്ന് പറഞ്ഞപ്പോ ഓടിക്കും ഞാൻ. 2n എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഈവൺ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഈവൺ നമ്പർ ആയിരുന്നു എടുത്തിരുന്നത് അല്ലെ? 2m ഉം 2n ഉം ഒരു ഈവൺ നമ്പർ ആയിരുന്നു. അപ്പൊ 2m ഉം 2n ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 2p എന്ന് പറയുന്ന ഒരു ഈവൺ നമ്പർ അല്ലേ? അതിനർത്ഥം രണ്ട് ഈവൺ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റത്തെ ഒരു ഈവൺ നമ്പറും മറ്റൊരു ഈവൺ നമ്പർ കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാട്ടെ എല്ലാവരും. ഒരു ഈവൺ നമ്പറിനെയും മറ്റൊരു ഈവൺ നമ്പറിനെയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഓക്കെ, ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കൂട്ടി നോക്കി. 2ഉം 4ഉം കൂട്ടി എത്ര കിട്ടുക? 6 ആണ് കിട്ടുക. 2ഉം ഈവൺ നമ്പർ, 4ഉം ഈവൺ നമ്പർ, കിട്ടുന്ന 6ഉം ഈവൺ നമ്പർ. ക്ലിയർ ആണോ? അങ്ങനെ ഏതൊരു നമ്പർ എടുത്താലും 2 ഈവൺ നമ്പേഴ്സിനെ കൂട്ടിയാൽ കിട്ടുന്നത് മറ്റൊരു ഈവൺ നമ്പർ ആയിരിക്കും. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നി. അപ്പോൾ നമ്മൾ എന്താണ് എടുത്തത്? 2 ഈവൺ നമ്പേഴ്സിനെ കൂട്ടി നോക്കിയപ്പോഴാണ് ഈ പരിപാടി വന്നത്.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഓഡ് നമ്പേഴ്സിനെ കൂട്ടി നോക്കാം. ബാ, ഈവൻ നമ്പേഴ്സിനെ കൂട്ടിയാൽ പിന്നെ അടുത്ത ഓഡ് നമ്പർ ആയിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ കൂട്ടാൻ പോകുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 2n എന്നുള്ളതാണ് എന്തിന്റെ, ഈവണിന്റെ ഫോം. അപ്പോ ഓഡിന്റെ എത്രയായിരുന്നു, ആരാ പറയാം? ഹാരോണി പറഞ്ഞേ. അപ്പൊ ഓഡിന്റെ എങ്ങനെയായിരുന്നു ഫോർമാറ്റ്? അതല്ലടാ മോനെ, നമ്മൾ ആദ്യം പഠിച്ച ആ ബോക്സിൽ പഠിച്ച ഫോർമാറ്റ്, മെയിൻ ഫോർമാറ്റ് 2n എന്ന് പറയുന്നത് ഈവണും ഓഡിനൊപ്പം എന്തായിരുന്നു 2n+1. യെസ്, 2n+1. ഇത് മറക്കരുത് മക്കളെ, ഒരു ബോക്സിലാക്കി ഒരു സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. 2n+1 ഓഡ്, 2n ഈവൺ. തെറ്റിക്കല്ലേ, 2n ഓഡ്, 2n+1 ഓഡ്. ശരി, 2n ഓഡ്, തെറ്റിച്ച് 2n ഈവൺ, 2n+1 ഓഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ പോവാ. രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ ആഡ് ചെയ്ത പോലെ 2m ഉം 2n ഉം അല്ലേ എടുത്തേ. അപ്പൊ എന്ത് ചെയ്യാം, അതിനോട് കൂടി ഒരു 1 ഉം കൂടി ആഡ് ചെയ്യാം. സോ 2m+1 ആണ് ഒരു ഓഡ് നമ്പർ ആൻഡ് 2n+1 ആണ് അടുത്ത ഓഡ് നമ്പർ. ആർ ടു ഓഡ് നമ്പേഴ്സ്. ടു ഓഡ് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയ മക്കളെ. 2m+1 ഉം 2m+1 ഉം 2n+1 ഉം രണ്ട് ഒറ്റ സംഖ്യകളാണ്. എഴുതാട്ടോ, രണ്ട് ഒറ്റ സംഖ്യകളാണ്. ഇനി എന്ത് ചെയ്യാം, സം എടുക്കാം. സം എടുക്കുന്നു. ആർക്കാണ് ഡൗട്ട് സാറേ? പെട്ടെന്ന് തന്നെ വിളിച്ചോ. ശ്രീനന്ദ, ചോദിച്ചോടാ. ഒറ്റ മിനിറ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണ്ടേ. 2n ഓട്. 2n ഈവൺ. 2n ഈവൺ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ കണ്ടില്ല, കണ്ണുപിടിക്കണമെന്ന് തോന്നുന്നു സാറേ. ഓക്കെ, എന്താണ്? ഓക്കെ, ശരി. ഇപ്പൊ കണ്ടില്ലേ? ഓക്കെടാ. അപ്പൊ 2n ഈവൺ, 2n+1 ഓഡ്. ഇനി സം എടുക്കുവാണെങ്കിൽ നമ്മൾ സം 2m+1 + 2n+1. ഇപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ സമ്മാണ് എടുക്കണ്ടേ. നോക്കാം, നമുക്ക് ആദ്യം ഈ ആൽഫബറ്റ്സിനെ ഒന്നിച്ച് എഴുതാം. 2m ഉം 2n ഉം ഒന്നിച്ച് എഴുതി, 1+1 ഉം ഒന്നിച്ച് എഴുതി. ഓക്കെ, സോ 2m + 2n, 1+1 1+1 2, 1+1 2, 1+1 2. ഇത് ശരിക്കും എൻ്റെ ഒഫീഷ്യൽ സിമ്പിൾ ആണ്, V4. അത് എൻ്റെ ഇനീഷ്യലി V ആയതുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, യെസ്, 2m + 2n+2. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഈ മൂന്നിലും കോമൺ ആയിട്ട് ആരുണ്ട്? സിമ്പിളിട്ടെ, മിസ്സിന് സിമ്പിളിട്ടെ. ഏതാണ്? രണ്ടിലും കോമൺ ആയിട്ട്, മൂന്നിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. അപ്പൊ 2നെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഉള്ളിൽ വരേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ആരാ പറയുന്നത് സാറേ? ഹാഷർ. ഹാഷറേ, അത് തന്നെ. എന്താണ്? 2 നമ്മൾ ഇതിനകത്ത് പുറത്തേക്ക് എടുത്തു ഓരോന്നിന്നും. അപ്പൊ ഉള്ളില് ബ്രാക്കറ്റിനുള്ളിൽ എന്തൊക്കെയാ വരിക? അപ്പോ 2m ന്ന്, അതായത് ആദ്യം 2m ന്ന് 2 പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ 2 പോയാൽ ബാക്കി ആരുണ്ട് അവിടെ? n ആണോ 2m നോട് കൂടെ ഇരിക്കുന്ന ആള്? 2m, 2 പോയി, ബാക്കി ആരുണ്ട്? m. തെറ്റിക്കല്ലേ നീ? യെസ്, m ഉണ്ട്. ഇനി ഉള്ളിൽ അകത്തേക്കാണെങ്കിൽ 2n ന്റെ കൂടെ 2 പോയാലോ? 2ൽ നിന്ന് 2 പോയാലോ? n ഉണ്ട് ബാക്കി. യെസ്. ഇനി അടുത്തതാണ് ഇച്ചിരി ചോദ്യം കൂടുതലുള്ളത്. 2ൽ നിന്ന് 2 മൊത്തത്തിൽ പോയി. അപ്പൊ ബാക്കി ആരുണ്ട് അവിടെ? 2ൽ നിന്ന്, അതായത് ഈ 2ൽ നിന്ന് നമ്മൾ ഇതിനെയും പുറത്തേക്ക് എടുക്കുകയാണ്, ഇതിനെയും പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്? എടാ മനസ്സിലായില്ലെന്ന്, കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞല്ലേടാ. പറ. 1 ആണ് ഉള്ളിൽ കൊടുക്കേണ്ടത്. എന്താണ് മക്കളെ? 1 ആണ് ഉള്ളിൽ കൊടുക്കേണ്ടത്. കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേ. യെസ്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പിടികിട്ടും. നോക്കേ, 2 × m 2m, 2 × n 2n, 2 × 1 2. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കോമൺ ആയിട്ട് എല്ലാത്തിൽ നിന്നും നമ്മൾ 2നെ പുറത്തേക്ക് എടുക്കുന്നു. 2നെ പുറത്തേക്ക് എടുക്കുന്നു. 2നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ m + n + സോറി, ഞാൻ ഇപ്പുറത്ത് എഴുതാം. m + n + 1ന് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ p എന്ന് പറയുന്ന ഒരു പേരിട്ട് കൊടുക്കുകയാണ്. എന്താണ്? ഒരു ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ്. m + n + 1 എന്ന് പറയുന്നത് നീട്ടി എഴുതാതിരിക്കാൻ വേണ്ടി നമ്മൾ p എന്ന് പറയുന്ന ഒരു ചെറിയ ആൽഫബറ്റിൽ അതിനെ ഒതുക്കുന്നു. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 2p എന്ന് കിട്ടുമല്ലോ. 2p
വിച്ച് ഈസ് ഇൻ ദ ഫോം 2n. അപ്പൊ കിട്ടിയത് എന്ത് നമ്പർ ആണ്? ആരാ പറയാ? എൽറ്റ. പറഞ്ഞേടാ, കിട്ടിയത് അപ്പൊ എന്ത് നമ്പറാ? 2p which is in the form 2n. So this is a എന്ത് നമ്പറാ? ഇരട്ട സംഖ്യ. യെസ്, വെരി ഗുഡ്. ഈവൺ നമ്പർ, ഇരട്ട സംഖ്യയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ആ, ചോദിച്ചോ? എന്താ എന്താണ്? ഇല്ല, എന്നെ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ സെലിബ്രിറ്റി ആയല്ലോ സാറേ. ഇല്ലടോ. ഏത് സിനിമയിലാണ് കണ്ടത് എന്നെ? സിനിമ ഓർത്തു വെച്ചാൽ പിന്നെ ചോദിക്കാട്ടോ. അതിനകത്താരി അതൊന്നും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ, പറ. പ്രേമലോ? മലർ മിസ്സായിരിക്കില്ല, മറ്റേ പുള്ളിക്കാരാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഞാൻ പിന്നെ പറഞ്ഞുതരാം സാറിന്, സമയം പോലെ. അയ്യോ, പേര് മറന്നുപോയി. എന്താണ്? അയ്യോ, പേര് പിടിയിട്ടുള്ള മറ്റേ മുടി കണ്ടിട്ട് പറയുന്നതായിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം പിന്നെ. ഓക്കെ, നോക്കിക്കേ മക്കളെ. സെലിനല്ല, മറ്റത്. സെലിനും അല്ല, മലരും അല്ല, ഏറ്റവും ആദ്യത്തെ ആള്. അത് തന്നെ, ആലുവ പുഴയും തരുന്നത്. മേരി, അത് തന്നെ പേര് കിട്ടണ്ടായില്ല. യെസ്, അത് ഞാനല്ല. ഓക്കെ, അപ്പോ നോക്കിയ മക്കളെ, ഇപ്പൊ സമ്മ് 2p ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഇൻ ദ ഫോം 2n. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? ഇതൊരു ഈവൺ നമ്പർ ആണ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായി, രണ്ട് ഓഡ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. എന്താണ് മക്കളെ? ഓഡ് പ്ലസ് ഓഡ് ഈസ് ഈക്വൽ ടു ഈവൺ. എഴുതി വെച്ചേ, താഴത്തെ എഴുതി വെച്ചേ. അതാണ് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ കേട്ടോ. നമ്മൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓഡ് നമ്പറും കൂടി കൂട്ടിയാൽ ഈവൺ നമ്പർ ആണ് കിട്ടുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുത്തു കൊടുക്കാം. നോക്കി, 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്, 5 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ 5 + 3 8 എന്ന് പറയുന്ന ഒരു ഈവൺ നമ്പർ ആണ് കിട്ടുന്നത് ആണല്ലോ. ഇനി 1 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറും 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 4 ആണ്. കൺഫേം ആയില്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യം? അപ്പൊ ഇതൊരു കോമൺ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മറന്നു പോരുത് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ക്ലിയർ? ഓക്കെ. അനുപമ പരമേശ്വരൻ, അതാണ് ആ പുള്ളിക്കാരുടെ പേര്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ. ചെറിയൊരു ചായ തോന്നുന്നു. എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ, അതെന്റെ മുടി കണ്ടിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരുടെ മുടി പോലെ ഏകദേശം. മുടി മാത്രമല്ല, ഫേസിലും അങ്ങനെ ഉണ്ടെന്നല്ലേ? ഓക്കെ. യെസ്, സാറിന് അങ്ങനെ തോന്നിയെന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ എഴുതിയോ? ഓഡ് പ്ലസ് ഓഡ് ഈസ് ഈക്വൽ ടു ഈവൺ നമ്പർ. മറ്റേതാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഈവൺ പ്ലസ് ഈവൺ ഈസ് ഈക്വൽ ടു ഈവൺ നമ്പർ. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? പാവം അനുപമാന്ന്. ആരുടെ തോറത്? ശരിയാക്കി തരാടാ. തരാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അവളോട് തന്നെ ചോദിക്കാം സാറേ. അടുത്തത് നീ. ഓക്കേടാ. യെസ്, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? 2 തിയറംസ് ആണ് നമ്മളിപ്പോ മെയിൻ ആയിട്ട് പഠിച്ചത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അനുപമയുടെ ഒരു അവസ്ഥ, ഇവാറോസിനോടൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞവരോട് ചോദിച്ചേക്കണ്ട സാറേ. ഓക്കെ, യെസ്. അപ്പോ എന്താ പറയാ, അനുപമയും സിനിമ വിട്ടേ പ്ലീസ് ഡോണ്ട്. എടാ പിന്നല്ല, മിസ്സാണ് സൂപ്പർ, വേറെ ആരും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പൊ എഴുതി കഴിഞ്ഞോ? ഓക്കെ ആണോ? യെസ്. നമുക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് എണീച്ചിരുന്ന എല്ലാവരും. ഇച്ചിരി നേരം ഒരൊറ്റ മിനിറ്റ് എണീച്ചിരിക്കാനുള്ള ടൈമേ ഉള്ളൂ. ഓക്കെ, ഒന്ന് എണീച്ചിരുന്നേടാ. ഓക്കെ, പൃഥ്വി എണീച്ചില്ലേടാ? എണീച്ച് നിൽക്കുവാണോ? എണീച്ച് നിൽക്കുവാണല്ലേ. കണ്ടപ്പോഴേ ഇരിക്കുന്നതായിട്ട് തോന്നിയതാ. ഓക്കെ, ഇരുന്നോ. ദേ പോണ് അനേക. ഇപ്പോഴാണ് അടുക്കള വരെ എത്തിയത്. ഇങ്ങോട്ട് വന്നിരുന്നോ? പോയില്ല, സ്പീഡിൽ തിരിച്ചു. ഓക്കെ, ഇരുന്നോടോ മക്കളെ, ഇരുന്നോ. ഓക്കെ, യെസ്. ഇന്നിപ്പോ ഇംഗ്ലീഷ് ആണല്ലേ റിവിഷൻ വരുന്നേ. ഓക്കെ, പാർവതി മിസ് കുറച്ച് കഴിയുമ്പോൾ വരൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു 7:20 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ആയിക്കോളൂ. ഓക്കെ, നമുക്ക് നോക്കാമോ നെക്സ്റ്റ്?
ഒരു കാര്യം നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. ഇതൊരു ബോക്സിലാക്കി തന്നെ എല്ലാവരും എഴുതി വെക്കണം. നമ്മുടെ ടെക്സ്റ്റിലുള്ള സാധനം തന്നെയാണ്. നോക്കിക്കേ, കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് റിമൈൻഡർ വരുന്നു എന്നുള്ള കാര്യമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് എന്താണ് മക്കളെ? ഓൾജിബ്രിക് ഫോം, അതിന്റെ ബീജഗണിത രൂപമാണ് നമുക്ക് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഫസ്റ്റ് നോക്കി ഇത് കാണാതെ പഠിക്കണം കേട്ടോ എല്ലാവരും, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ നോക്കിക്കേ, 0, 3, 6, 9. നോക്കിക്കേ, ഇതെല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾസ് ആണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ? 0 വിട്ടേക്ക് കുഴപ്പമില്ല, ബാക്കി 3 എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? ഇവിടെ 0 തന്നെ വരുന്നു അല്ലെ? നമുക്ക് നോക്കാം. 0/3 എത്രയാണ്? 0 ആണ് വന്നിരിക്കുന്നത് അല്ലെ? ഇനി അതിനുശേഷം 3/3 എത്രയാണ്? 0 അല്ലേ? 6/3 റിമൈൻഡർ എന്ത് വരും? 0 ആയിരിക്കും എപ്പോഴും വരുന്നത്. 6/3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. റിമൈൻഡർ 0 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതെല്ലാത്തിലും മിച്ചം എത്രയാ വരിക മക്കളെ? 0 ആണ് വരിക അല്ലെ? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓൾജിബ്രിക് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു, റിമൈൻഡർ 0 ആണെങ്കിൽ അതിന് എന്തൊരു ഫോം ആയിരിക്കും ഉണ്ടാവുക? ജസ്റ്റ് 2n എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താ? 3n ആണ് വരേണ്ടത്. നേരത്തെ 2n വരാൻ കാരണം എന്താണെന്ന് അറിയാം മക്കളെ? അത് ഡിവിഷൻ ബൈ 2 ആയിരുന്നു. ഡിവിഷൻ ബൈ 2 ആയിരുന്നെങ്കിൽ 2n-ഉം ഡിവിഷൻ ബൈ 3 ആണെങ്കിൽ, നമ്മുടെ കേസിൽ ഇവിടെ 3 ആണ്, അപ്പോൾ ഡിവിഷൻ ബൈ 3 ആണെങ്കിൽ 3n-ഉം വരണം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ 0, 3, 6, 9 എന്ന് എഴുതാം. അതിന്റെ സ്പെഷ്യാലിറ്റി അതിനോടൊപ്പം തന്നെ എഴുതാം. എഴുത്, ഇപ്പൊ തന്നെ എഴുത്, വേഗം ആയിക്കോട്ടെ. 0, 3, 6, 9 എഴുതാം. അതിന്റെ സ്പെഷ്യാലിറ്റി എഴുതാം. അത് വിട്ടിട്ടില്ല അല്ലേ? ഇനി അതിനുശേഷം ഓൾജിബ്രിക് ഫ്രോം 3n എന്ന് എഴുതാം. ഓക്കെ, എന്താണ്? അവള് വെറുതെ പറഞ്ഞാണെന്നല്ലേ? അതാരാണോ പറഞ്ഞത്? നീ രാവിലെ വന്നോട്ടോ, ഇപ്പൊ സമയമില്ല എനിക്ക്. രാവിലെ നീ ഉണ്ടാവണം ഇവിടെ. ഓക്കെ, യെസ്. അപ്പൊ ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ഓൾജിബ്രിക് ഫോം 3n ആണ്. ഇനി രണ്ടാമത്തെ സെറ്റ് എഴുതിക്കുക മക്കളെ. രണ്ടാമത്തെ സെറ്റിലേക്ക് കടന്നേ. രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെറ്റിലെ നമ്പേഴ്സ് നോക്കിയേ. 1, 4, 7, 10 ഏതൊക്കെയാണ് മക്കളെ? 1, 4, 7, 3. ഇതിനകത്ത് എന്താണ്? 3, അതായത് 3 + 3 + 3 3 നമ്പേഴ്സ് എന്താ പറയാ ഡിഫറൻസ് വരുന്ന സീരീസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നിനോട് 3 കൂട്ടിയാൽ 4 കിട്ടും, 4നോട് 3 കൂട്ടിയാൽ 7 കിട്ടും, 7നോട് 3 കൂട്ടിയാൽ 10 കിട്ടും. അങ്ങനെ ഒരു സീരീസ് ആണ് ഈ തന്നിരിക്കുന്ന 1, 4, 7, 10 എന്ന് പറയുന്ന രണ്ടാമത്തത്. എല്ലാവരും എഴുതുന്നില്ലേ? ഓക്കെ ആണോ? യെസ്. ഇനി അതിനകത്ത് നോക്കി എത്രയാ വരുന്നത്? റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് റിമൈൻഡർ കിട്ടും. നമുക്ക് നോക്കാം. 3 വെച്ചിട്ട് നമുക്ക് 4നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താണ്? 3 വെച്ചിട്ട് നമ്മൾ 4നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യമേ പോകുള്ളൂ. റിമൈൻഡർ എത്ര കിട്ടും? 1 എന്ന് റിമൈൻഡർ കിട്ടും. ഓക്കെ ആണോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേ. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എത്രയാണ്? 1, 4, 7, 10 എന്ന് പറയുന്ന നമ്പേഴ്സിൽ എത്രയായിരിക്കും റിമൈൻഡർ വരുന്നത്? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. മിച്ചം വരുന്നത് എത്രയാണ്? 1 ആണ് വരേണ്ടത്. സോ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് മക്കളെ? 3n + 1. 1 റിമൈൻഡർ വന്നതുകൊണ്ട് 3n-നോട് കൂടി 1 കൂട്ടുന്നു. 3n + 1 എന്നാണ് വരേണ്ടത്. കറക്റ്റ് ആയിട്ട് എഴുതിക്കേ. ഓക്കെ ആണോ? രണ്ടാമത്തെ കേസാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. 1, 4, 7, 10 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3n-നോട് 1 കൂട്ടുന്നു. 3n + 1. n എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മക്കളെ? 0 മുതൽ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത സെറ്റ് നോക്കിക്കേ മക്കളെ. അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 5, 8, 11. 2, 5, 8, 11 എങ്ങനെയാണ് വരുന്നത്? അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നു. 3 മോനെ 2 ആണ് കേട്ടോ. 2 ആണ് കിട്ടുന്നത്. എത്രയാണ്? 2 റിമൈൻഡർ കിട്ടണമെങ്കിൽ അതിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയായിരിക്കണം? 3n + 2. എന്താണ്? 3n-നോട് 2 കൂട്ടുന്നു. ഇത് എഴുതുന്നില്ലേ? അവിടെ കിടക്കുന്ന ആള് പ്രവിതയാണോ സാറേ കിടക്കുന്നത് അവിടെ? പ്രവിത എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. യെസ്. 3 എണ്ണം എഴുതണം കേട്ടോ. 3 എണ്ണം എഴുതണം. ഓക്കെ ആണോ? അപ്പൊ 0, 3, 6, 9 എഴുതാം ആദ്യം. അത് റിമൈൻഡർ 0 ആണ്. 3n ആണ് ഫോം വരേണ്ടത്. പിന്നെ 1, 4, 7, 10 എഴുതാം. റിമൈൻഡർ 1 ആണ്. ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ 3n + 1 ആണ് ഓൾജിബ്രിക് ഫോം.
2, 5, 8, 11 ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ. അപ്പോൾ 3n + 2 ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. ആർക്കാണ് സാർ ഡൗട്ട്? പൃഥ്വി ചോദിച്ചോടാ. ഏതാണ് രണ്ടാമത്തെയോ? ഓക്കെ, ഓഫ് കോഴ്സ്. നോക്കിക്കേ, 1, 4, 7, 10 ആണ് നമ്പേഴ്സ്. ഏതൊക്കെയാണ്? 1, 4, 7, 10. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യയെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം 4 എടുക്കാം. 4 എടുത്തു. അതിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 3ൽ എത്ര തവണ പോവും? ഒരു തവണ. അപ്പോൾ 3 × 1 3 ആണ്. റിമൈൻഡർ എത്ര വരും മോനെ? 1 റിമൈൻഡർ വരും. ഓക്കെ ആണോ? ഇനി ഇതുപോലെ തന്നെ 7 എടുക്കാം. നമുക്ക് ഈ കൂട്ടത്തിൽ അടുത്ത നമ്പർ 7 എടുക്കാം. 7നെ 3 വെച്ച് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ 3 × 2 ആണ് 6 വരുന്നത്. റിമൈൻഡർ അപ്പോഴും 1 എന്ന് വരും. ഓക്കെ ആണോ? ആ ഒരു ഫോമിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് 3n + 1 എന്ന ഓൾജിബ്രിക് ഫോം വരുന്നത്. ക്ലിയർ? ഓക്കെടാ, വെരി ഗുഡ്. ഓക്കെ സുഖിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഇത് ഞാൻ രാവിലെ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ഇതാ. അപ്പൊ കുറെ പേര് എണീക്കുമല്ലോ കേട്ടോ. നാളെ ഇത്രയും പേര് രാവിലെ ഉണ്ടായിക്കോളണം കേട്ടോ. ആദിത്യ വരൂലേ? ഇപ്പോഴേ കിടന്നോ? ഇംഗ്ലീഷ് പഠിക്കണ്ടേ? ഉഷാറായിട്ട് എണീച്ചിരുന്നേ ആദിത്യ. ദേ പോണ്. ആ ഓക്കെ, ക്ലിയർ. അപ്പോൾ ഡൗട്ട് നീ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ പാർവതി മിസ് വരും. ഓക്കെ, യെസ്.